ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് റെസൊണൻസ് എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരീക്ഷണത്തിന് തുടക്കം കുറിച്ചു. അതിനായിട്ട് കുറച്ച് വളകളെടുത്തു, ട്വൈൻ മേടിച്ചു, അതിൽ പല നീളത്തിൽ ഇതിനെ കെട്ടി തൂക്കിയിട്ടു. അപ്പം ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പം അതിന് അടുത്ത ഫ്രീക്വൻസി ഉള്ളവർ റെസൊണേറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ഒന്നും നടന്നില്ല. പിന്നീട് ഞങ്ങൾ കുറച്ച് ബോൾസ് എടുത്തു, അതിനെ ഒരുവിധം കെട്ടിത്തൂക്കി, കുറേ ബോളുകൾ ലെങ്ത് കുറച്ചധികം ബോളുകൾ, ഒരു 6-5 ബോൾസ് വീതം, അങ്ങനെ മൊത്തം 11 ബോൾസ് ലെങ്ത് കൂട്ടിയും കുറച്ചും ഹാങ് ചെയ്തു. എന്നിട്ട് പരീക്ഷണത്തിന് തയ്യാറെടുത്തു. ആദ്യം ഒരു റെഡ് ബോൾ, ലോങ് ബോളിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. അതിൻ്റെ ഒബ്സർവേഷൻ അത്ര തൃപ്തികരമായി തോന്നിയില്ല. ഓക്കെ, ആ ലെങ്തി ബോൾസൊക്കെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പരീക്ഷണം വീണ്ടും ആവർത്തിച്ചു. എല്ലാ ബോൾസും ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓസിലേഷൻസാണ് നമുക്ക് നോക്കേണ്ടത്. വീണ്ടും പരീക്ഷണം തുടർന്നു. ആ ബ്ലൂ ബോൾ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനടുത്തുള്ള ഒരു ഓറഞ്ച് ബോളും കൂടെ ഒന്ന് ഓസിലേറ്റ് ചെയ്യിച്ചു. ഇപ്പോൾ നമുക്ക് കാണാം ആ ചെറിയ ബോൾസ് എല്ലാം ഓസിലേറ്റ് ചെയ്യുന്നു. ലെങ്ത് കൂടിയ ബോളുകൾ ഏതാണ്ട് നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 3 ബോൾ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നും. എങ്കിൽ അതിനപ്പുറത്തുള്ള ഓറഞ്ച് ബോളും ഇപ്പുറത്തുള്ള ഒരു ഓറഞ്ച് ബോളും നോക്കൂ, അതെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റി എല്ലാ ബോൾസും ഒരേ ലെങ്ത് ഉള്ളതെല്ലാം ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സക്സസ്സായി. വേറൊരു ആംഗിളിൽ കൂടെ പരീക്ഷണം ആവർത്തിച്ചു. ഒരേ ലെങ്തുള്ള ഈ ബോള്, ഇതെല്ലാം ഫ്രീക്വൻസി ഒന്നാകണമെങ്കിൽ ആ ബോളിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ ട്വൈനിൻ്റെ ലെങ്തും എല്ലാം ഒത്തു വരണം. ഏതാണ്ട് എക്സ്പെരിമെൻ്റ് വിജയിച്ച മട്ടിലാണ്. ഇനി നമുക്ക് നമ്മുടെ പരീക്ഷണം ഒന്ന് ആവർത്തിച്ച് നോക്കാം. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമ്മൾ ഹെഡ് മസാജർ എന്നൊക്കെ പറഞ്ഞ് എക്സിബിഷനൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 2 തരം സ്ട്രിങ്സ് ഉണ്ട്, ലോങ് സ്ട്രിങ്സും ഷോർട്ട് സ്ട്രിങ്സും. അപ്പോൾ നമ്മുടെ ബോൾസ് ഹാങ് ചെയ്തതുപോലെ നമുക്ക് ഒരു സിമിലാരിറ്റി ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളിതൊന്ന് വൈബ്രേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഞാൻ ആദ്യം ഈ ഷോർട്ട് സ്ട്രിങ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് കാണാം, ആ ഷോർട്ട് സ്ട്രിങ്സ് മാത്രം വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ലോങ് സ്ട്രിങ്ങിൽ ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, സ്റ്റേബിളായതിന് ശേഷം ഒന്നുകൂടി. അപ്പം ഇതും റെസൊണൻസാണ്. ഇതാണ് ഫിസിക്സിലെ റെസൊണൻസ്. ഇതേ പേരിൽ തന്നെ നമ്മൾ കെമിസ്ട്രിയിലും റെസൊണൻസ് പഠിക്കും. അവിടെ നമുക്ക് ഇതുപോലെ ഒരേ എനർജിയുള്ള, ഇവിടെ ഒരേ എനർജി, ഒരേ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി ഓഫ് വൈബ്രേഷൻ എനർജി ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരേ എനർജിയുള്ള ചില സ്ട്രക്ചേഴ്സ്, മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചേഴ്സ്, അത് റെസൊണേറ്റ് ചെയ്യുന്നതാണ് ഇനി നോക്കാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് കെക്കുലി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. കെക്കുലി സ്ട്രക്ചർ, ഇങ്ങനൊരു സൈക്ലിക് സ്ട്രക്ചർ ബെൻസീന് വരാനൊരു കഥയുണ്ട്, കെക്കുലിയുടെ സ്വപ്നം. അത് നമുക്ക് പിന്നൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ഇവിടെ കെക്കുലി സ്ട്രക്ചറിൽ ബോൺസ് ഈ രീതിയിലായിരിക്കും, ആൾട്ടർനേറ്റ്, സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ്. ഇനി ഇതൊന്ന് റെസൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇത് കെക്കുലി സ്ട്രക്ചർ 1, ദിസ് ഈസ് കെക്കുലി സ്ട്രക്ചർ 2.
ഇനി മറ്റ് ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ദീവാർ സ്ട്രക്ചർ. ദീവാർ സ്ട്രക്ചറിൽ ബോണ്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്. 3 ബോൺസ് തന്നെ ഇവിടെയുണ്ട്. നമ്പർ ഓഫ് ബോൺസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ പൊസിഷൻ മാത്രം മാറും. ഈ മൂന്നിനെയും നമ്മൾ ദീവാർ സ്ട്രക്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ, ഇത് കൂടാതെ കുറച്ച് പോളാർ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈ 5 സ്ട്രക്ചേഴ്സ് കൂടെ വരുമ്പോൾ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒറ്റ സ്ട്രക്ചർ, സിംഗിൾ സ്ട്രക്ചർ കൂടി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് സെൻട്രൽ ഒരു കംപ്ലീറ്റ് സർക്കിളല്ല, ഡോട്ടഡ് സർക്കിളാണ്, ബ്രോക്കൺ സർക്കിളാണ്. അപ്പം ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ദിസ് ഈസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ആൻഡ് ദീസ് ആർ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഓർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ. കെമിസ്ട്രിയിൽ ഇനിയും റെസൊണൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി, ദാറ്റ് ഈസ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.